യൂസ് യുവർ സൺഡേ ടു പ്ലാൻ യുവർ വീക്ക്. ഇന്നത്തെ തയ്യാറെടുപ്പ് നാളെയുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ കുറെ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. മിക്ക വീക്കെൻഡ്സും ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാറുമുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും നടക്കത്തില്ല കേട്ടോ. ഇന്നിപ്പോ രാവിലെ ഗോതമ്പ് ദോശയും പരിപ്പ് കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നെ പോലെ ഗോതമ്പ് ദോശ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് എടുക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് പാൽപ്പൊടിയും പിന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്തൊന്ന് കലക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ ദോശയ്ക്ക്. അപ്പോ ഈ നമുക്ക് ഫ്രിഡ്ജിൽ ഇപ്പം സാധാ ദോശയ്ക്കുള്ള മാവോ അല്ലെങ്കിൽ അപ്പത്തിനുള്ള മാവോ ഒക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ഗോതമ്പ് ദോശ. അപ്പൊ പണ്ടൊക്കെ എനിക്ക് എളുപ്പമായതുകൊണ്ട് ചെയ്യാൻ ഇഷ്ടവും, പക്ഷെ രുചി കൊണ്ട് എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റാത്തൊരു പലഹാരമാണ് ഈ ഗോതമ്പ് ദോശ. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് പരീക്ഷിച്ച് ചെയ്തെടുത്ത ഒരു സംഭവമാണ്. ഇതിന്റെ കൂടെ കുറച്ച് പാൽപ്പൊടി, ചിലപ്പോൾ ഒരു മുട്ട ചേർക്കും. അപ്പോൾ ആ ഒരു പ്ലെയിൻ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് അല്ല. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഒരു പുതിയ പാൻ വാങ്ങിയത്. അതിലാണ് ഇന്നത്തെ ദോശ പരീക്ഷണം നടത്തിയത് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യത്തെ ദോശയൊന്ന് ഇളകാനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് അങ്ങ് ശരിയായി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കഥയെ പറ്റിയായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നടത്താറില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഈ ഒരു മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്ന 2 ദിവസങ്ങളെങ്കിലും കയ്യിൽ നിന്ന് പോവാണ്ടിരുന്നാൽ അത്രയൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇന്നിപ്പം ഈ ഒരു സൺഡേ നമ്മൾ ചെയ്യുന്ന കറികളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ ഞാൻ നാളത്തേക്ക് കൂടെ കരുതിയേക്കും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ചെയ്യുന്ന ക്യാബേജ് തോരനും ഈ പുളിശ്ശേരിയൊക്കെ നാളെ ഉച്ചക്കത്തേക്കും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നാളെ രാത്രി വരെ അത് ഉണ്ടാവും. അങ്ങനെ കുറച്ച് അടുക്കള പരിപാടികളൊക്കെ ഒതുക്കി ഇനി കിച്ചൂസിനെ കുറച്ചു നേരം ഒന്ന് തലയിൽ എണ്ണ ഇട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ കുറച്ച് അവൾക്ക് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അവളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ട് അവൾ പഠിക്കുന്ന ഗീതങ്ങളൊക്കെ കുറച്ചിങ്ങനെ കൂടെ പാടുമായിരുന്നു. ബന്ദാകിനി മന്ദിരായ ഭാരമാഭൂതം നിവാസ ഉലകശയന ഉന്നതോന്നത മാനിമാ അങ്ങനെ കച്ചേരിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞുനാളിൽ എൻ്റെ പപ്പയും എന്നെ ഇതുപോലെ പാട്ട് ക്ലാസ്സിനൊക്കെ കൊണ്ട് ചേർത്തതായിരുന്നു കേട്ടോ. കുറേ നാൾ പോയി. പക്ഷെ എൻ്റെ മടി കാരണം പല കള്ളത്തരങ്ങളും അടവുകളും ഒക്കെ പയറ്റി അവസാനം പപ്പയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു, പാട്ട് ക്ലാസ് നിർത്തിച്ചു. പക്ഷെ ഇന്നിപ്പോ അത് ഓർക്കുമ്പോൾ ഭയങ്കര റിഗ്രഷനാണ്, അല്ലെങ്കിൽ എന്താ പറയാ, നഷ്ടബോധം തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അവസരം അന്നത്തെ ആ ഒരു അവസ്ഥയിൽ എന്നെ പാട്ട് പഠിക്കാൻ എൻ്റെ പപ്പ വിട്ടിട്ടും ഞാനത് പഠിച്ചെടുത്തില്ലല്ലോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ലല്ലോ എന്നോ ഓർത്തിട്ടുള്ള ഒരു കുറ്റബോധം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കിച്ചൂസിനെ അവളിനിയിപ്പം അവളും ഇതുപോലെ പല അടവുകളും പറയാറുണ്ട് പഠിക്കാതിരിക്കാനായിട്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോ ചെവി കൊള്ളുന്നില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു പാട്ട് ക്ലാസ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. അവളുടെ ടീച്ചർ നല്ല ടീച്ചറാട്ടോ. ജാനകി ടീച്ചർ എന്താ പറയാ, പാമ്പർ ചെയ്ത് കുട്ടികളോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് ടീച്ചറിന് നന്നായിട്ട് അറിയാം. അപ്പൊ ആ രീതിയിലാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അത് വലിയ തടസ്സങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീക്കെൻഡ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് പുറത്തു പോണായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴും എൻ്റെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. ഈ ഒരു ആഴ്ചത്തേക്ക് വേണ്ടുന്ന ദോശമാവ് അരച്ചെടുക്കുവാണ്. അപ്പോൾ നേരത്തെ കണ്ടില്ലേ, ചിക്കനൊക്കെ ഞാൻ ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം അങ്ങനെ അങ്ങ് പൊക്കോളും. അരപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നാല് ബാക്കി ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് രാവിലെ ഈ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും എടുത്ത് കറിയിൽ അല്ലെങ്കിൽ
ചോറിൻ്റെ കൂടെ ഒക്കെ ഇടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ്. ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളും പ്രിപ്പറേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.